വിളിക്കാം വിക്കിക്ക് പറ്റിയ ബീജം ഏതാ? ചാറ്റ് പറ, വിക്കിക്ക് പറ്റിയ ബീജം പറ. വിക്കിക്ക് പറ്റിയ ബീജം ഞാൻ പറയാം. വിക്കി പക്ഷെ ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ ലൈവിൽ വന്നതാ. അപ്പം എന്തായാലും മുന്നേ പണ്ട് മുതൽ ലൈവ് കാണുന്നവർക്ക് അറിയായിരിക്കും വിക്കിന്റെ കാര്യങ്ങളെല്ലാം. പറയണ്ടല്ലോ, വിക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സമാധാനപരമായ ലൈവിലേക്ക് പോകുന്നത് അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഒരു ബീജം പറ ഏതാ? Come on! That's suicide! എന്ത് ഞാനിക്കണേ? Come on! എന്താ വിശേഷം? എങ്ങനെയുണ്ട് ലൈഫ്? ലാസ്റ്റ് നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ അത്ര ഒരു വർഷത്തിന് ശേഷം കാണുന്നത്. എന്റെ മോനോട് ചെയർ കൊടുക്കണം. ചെയറോട് കുര്യാക്കോസ് മാറാ. Guys, guess who's back? Re-entry എന്ന് പറയുന്നുണ്ട്. Re-entry. Vicky is back. Let's go. എന്നിട്ട് എന്ത് തോന്നുന്നു? ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഭയങ്കര അടിപൊളി. മൊത്തം സെറ്റപ്പ് എല്ലാം മാറില്ല. ഈ സെറ്റപ്പിൽ ആദ്യമായിട്ടല്ലേ വരുന്നേ? ഇത്രയും വലിയൊരു ഗ്രൂപ്പിലോട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നേ? ശരിയല്ല, ലാസ്റ്റ് വരുമ്പോ ഇത്ര വലുതല്ലേ ഗ്രൂപ്പ്? മമ്മുണ്ട്. സുഖാണോടാ? നോട്ടമൊക്കെ എങ്ങനെ വന്നു? നോട്ടൊക്കെ എങ്ങനെ പോകുന്നു? മൈക്ക് കൊടുക്കും. മൈക്കാരല്ലോ സന്നാങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടേ വിക്കി 10th മെമ്പർ. അതാ ബിയറിന്റെ ചൈന് മൊത്തം ബിയർ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. സത്യം പറ. ഒരു പരിപാടിയില്ല, നീറ്റ് പയ്യനാണ്. അങ്ങനെ ഒരു സംഭവം. എടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? വിക്കിന്റെ കല്യാണമാണ്. വിക്കി മൊത്തം പരിപാടി നിന്റെ അല്ലേ? അല്ല, നീ എല്ലാം നിർത്തിയെന്ന് പറഞ്ഞപ്പോ നേരത്തെ വിളിച്ചപ്പോ കൂട്ടുകാരന്റെ കല്യാണത്തോടു കൂടി തുടങ്ങും. നീ എന്താടാ ഒരിക്കലും നന്നാവൂലേ? അല്ല, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇപ്പം കറന്റ്ലി ഒരു പരിപാടി ഇല്ല. നീറ്റാ ഇപ്പൊ കറന്റ്ലി വിക്കി ഫുൾ നീറ്റായിട്ടാ ഉള്ളത്. അപ്പം ഫാമിലി വാച്ചിങ് നോ ചീത്തോളി ആവുന്നില്ല. അതും നമ്മൾ നിർത്തി അല്ല, ഒരു പരിപാടിയില്ല. അതാ ഫുൾ ക്ലീൻ. ആള് ക്ലീൻ. സംസാരിച്ചിട്ട് പോവാന്ന് കരുതിട്ടാ വന്നത്. പറയരുത്. പക്ഷെ ഇതെന്താടാ ചാറ്റ്? ചാറ്റ് ഞാൻ ഒരു കാര്യം പറ്റേ വെറുതെ എന്തെങ്കിലും ഒന്ന് സ്പാം ചെയ്യില്ല. വിക്കി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മള് മൂന്നാമത്തെ എല്ലാ കൊല്ലം ഒരു സ്ട്രീം ഉണ്ടാവില്ല വിക്കി ആയിട്ട്. ഒറ്റ സ്ട്രീം ഉണ്ട്. 2025 വിക്കി ആയിട്ടുള്ള സ്ട്രീമാണ് ഇത്. ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ സ്ട്രീം ഓണത്തിനായിരുന്നു. അതിന് മുന്നത്തെ സ്ട്രീം 2023 അപ്പൊ നമ്മള് നെട്ടൂര്. രണ്ടാമത് കളമശ്ശേരി. ഇപ്പൊ ഇവിടെ വരാൻ പോകാം. അടുത്ത കോഴിക്കോട് അടുത്ത കൊല്ലം 2026 കോഴിക്കോട് സ്ട്രീം. കൊല്ലത്തിലൊരിക്കൽ ഗസ്റ്റ് ആയിട്ട് വിക്കി വരും, പൊളിച്ചിട്ട് പോകും. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ നമ്മുടെ അജണ്ട ഒന്നുമില്ല. നമ്മളിപ്പം പഴയ പോലെ അങ്ങനെ അജണ്ടയും പരിപാടി ഒന്നുമില്ല. ഇങ്ങനെ ആരെയും റിയാക്ഷൻ ഒന്നും അങ്ങനെ ചെയ്ത് ഞാൻ നിർത്തി. ഇപ്പൊ അങ്ങനെ അല്ല പഴയ പോലെ നമ്മള് കാണാറില്ലേ? പരിബോസ് കാണല്ല, നിർത്തി. കഴിഞ്ഞ പോലെ കണ്ടിരുന്നു. ഇക്കൊല്ലം ഞാൻ ഇതുവരെ ഒറ്റ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഇക്കൊല്ലം ഭയങ്കര ബോറിംഗ് ആന്ന് പറയുന്ന കേട്ടോ. ഒരു കുഴപ്പമില്ല. വെൽക്കം ഡ്രിങ്ക് കൊടുക്ക. ആരാ? ജാസേ പണ്ട് തന്ന ഓർമ്മയുണ്ടോ? അയ്യോ അതാരോടാ? ഞാൻ അങ്ങോട്ടല്ല. ആ തൊപ്പിയൊക്കെ മാറിയല്ലേ? ഇത് ആളെ മാറിപ്പോയി. ഞാൻ ചോദിക്കാൻ നോക്കാം. ഇപ്പൊ എന്ത് തോന്നുന്നു? പണ്ടത്തെ അല്ല ഇപ്പത്തേക്കുള്ള ഒരു ഇതിനെ കുറിച്ച് പറ. എന്നെ കുറിച്ച് പറ 2 വാക്ക്. എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഒത്തിരി നിന്റെ മനസ്സ് പഴയ പോലെ തന്നെ, പക്ഷെ നിന്റെ രൂപത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒത്തിരി വ്യത്യാസം. മനസ്സ് പഴയ പോലെ എന്ന് പറയാൻ കാരണം
പഴയ പോലെ വെച്ചാൽ നീ അന്നും പാവമാണ് ഇന്നും പാവമാണ് അത്രേ ഉള്ളൂ. ഇനി ഹൃദയത്തിനകത്ത് വേറൊരാളുണ്ട്, അത് ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന, അത് അടിപൊളിയാണ്. ഓക്കെ, ഗ്രൂപ്പ് അടിപൊളിയാ. പഴയ ലാസ്റ്റ് വരുമ്പോ ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ 2-3 ആൾക്കാരേ ഉള്ളൂല്ലോ. ഐഫോൺ ഗിഫ്റ്റിന്റെ ആര് പറയുന്നത് നമ്മള് ഫസ്റ്റ് ഓർമ്മ ഉണ്ടോ? അതായത് കഴിഞ്ഞ സ്ട്രീമിന്റെ മുന്നത്തെ സ്ട്രീം, ഫസ്റ്റത്തെ സ്ട്രീമിൽ ഒരു ഐഫോൺ ഗിഫ്റ്റിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഓ, പഴയ വ്യൂവേഴ്സ് ഉണ്ട് ഇതില്, പക്ഷെ കൂടുതലും പുതിയ വ്യൂവേഴ്സ്. ഇപ്പൊ പഴയ പോലെ അല്ല, ഇപ്പൊ അധികം പുതിയ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇത്രയും വാച്ചിങ്ങും ഇത്ര ഇല്ലല്ലോ. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10K 12K വാച്ചിങ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ പുതിയ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയ വ്യൂവേഴ്സിനോട് നീ പറയാണ്ടേ പറയാം, ഞങ്ങൾക്കുള്ള മാറ്റങ്ങള് ഞങ്ങളുടെ പഴയ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ സമൂഹത്തിൽ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ ചെയ്യും. അതിന് എത്ര കാലമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വിക്കി ഇപ്പം ഭയമല്ല കേട്ടോ, വിക്കിന്റെ കണ്ടന്റ് രീതിയും മാറിയല്ലോ. ഇപ്പം റിയാക്ഷൻ ആണല്ലോ കൂടുതൽ. ഇങ്ങനെ ഈ മറ്റേ സീക്രട്ട് ഏജന്റ് ടൈപ്പ് സമൂഹത്തിനെ കുറിച്ച് അല്ല, മറ്റേ അല്ല, ഇതെന്താ പറയാ, ഈ സമൂഹത്തിന് എന്താ പറയാ, പ്രതികരണം. കേരള ജനക്കൂട്ടം പ്രതികരണം. വിക്കി ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നു. ഫ്രീ സ്റ്റൈൽ എല്ലാം നിർത്തിയോ? ഒരു തന്തേലാഴി പറയത്തില്ല. എടാ, ഫ്രീ സ്റ്റൈൽ എന്താ കുഴപ്പമില്ല, ഫ്രീ സ്റ്റൈൽ മൊത്തം തെറി മാത്രമേ വരൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പഴയ ക്ലിപ്പ് ഒന്ന് നോക്കിയാലോ, പണ്ടത്തെ ക്ലിപ്സ് പഴയത് കാണിച്ചു തരാം. കാണാത്തവർക്ക് ഞാൻ പറഞ്ഞ, കാണാത്തവർക്ക് വിക്കി എക്സ് തുപ്പിയത് അടിച്ചു കഴിഞ്ഞാല് ഞങ്ങളെ പഴയ അടി കാണാം. ഇതാണോ? ഇതിനും മുന്നേ ഉണ്ടല്ലോ, ഇതാണോ പ്രോപ്പർ? ഓ, പഴയ നോക്കിയ മുനു, ഗുഡ് ഓൾഡ് ടൈംസ്. ഇതിലൊരു സീനുണ്ട് പോലെ, ഇതൊന്നും അല്ല. നിക്ക് ഞാൻ അണ്ടർടേക്കറായിട്ടാണ് കയറി വരുന്നത്. എനിക്ക് മ്യൂസിക് ഒക്കെ ഇട്ട് തരും. അതിപ്പോഴും ഉണ്ടല്ലോ, അതാ ഫുള്ള് റൂമിൽ ഇരുട്ടാക്കിട്ട്. പുതിയ പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയില്ല പോലെ. ആ ടൈം എന്ന് പറഞ്ഞാൽ പണ്ട് പരിപാടിയായിരുന്നു. ഇതൊന്നല്ല, വേറൊരു സംഭവം ഉണ്ട്. ഞാൻ ജ്യൂസ് എടുത്ത് കൊടുക്കുന്ന ഒരു സീനുണ്ട് പോലെ. അതൊക്കെ അതവിടെ അതിനകത്തുണ്ട്. എന്നെ പറഞ്ഞു വിട്ട് സീറ്റ് കയറി. ആ, ഇപ്പഴ ജ്യൂസ്. അയ്യോ ജ്യൂസ് കൊടുക്കല്ലേ, അത് കുടിച്ചതിന്റെ സംസാരിക്കാം. വേറൊരു കാര്യമുണ്ട്. ഓ, അപ്പൊ ഇതൊന്നും നിനക്കറിയില്ല, ജാസി ഒന്നും കണ്ടിട്ടില്ല. ഇത് കണ്ടോ ചാറ്റ്, കാണാത്തവർക്ക് കാണിച്ചുതരാം. പണ്ട് ലാസ്റ്റ് വിക്കി വന്നപ്പോ നടന്ന സംഭവം. എന്നെ പറ്റിച്ച ഇതുപോലെ ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മള് ജ്യൂസിൽ ഉപ്പെല്ലിട്ടിട്ട് ഇതാക്കിട്ട് കൊടുത്ത്. ഞാൻ ഇപ്പൊ തുപ്പെന്ന് പറയുന്ന ചാറ്റില് ഇല്ല, എന്നെ പച്ച അവരാന്ന് പറയുന്നത്. ഇപ്പം മതി നമ്മളിത് പോയി, നമ്മളെ ഇത് മാറും, സ്ട്രീമിന്റെ ഇത് മാറും. ഇത് ബാക്കി പ്ലേ ചെയ്താൽ ഫുള്ള് തെറിയായിരിക്കും. അപ്പൊ എനിവേസ് ഗൈസ്, അപ്പൊ എന്ത് ചെയ്യണം ചാറ്റ് പറ. അപ്പൊ വിക്കി, നീ എന്താ ഈ ലുക്കെല്ലാം ഒരു മാറ്റം? പടത്തിൽ പടം ചെയ്തോണ്ടിക്ക. ആരോടോ കമ്പിപ്പടം? എടാ കാര്യം പറ, എന്താ സംഭവം പറ, എന്താ ലുക്ക് എന്താ? അതെ, ഞാന്
ആത്മാർത്ഥമായിട്ടുള്ള കാര്യം പറയട്ടെ, ഞാൻ മുടി ഇതുവരെ വളർത്തിയിട്ടില്ല. എനിക്കൊന്ന് മുടി വളർത്തണം എന്ന് ആഗ്രഹം വെച്ച് ഞാൻ ആദ്യം വളർത്തിയപ്പം ലാമാല എന്നെ അകത്തിട്ട് വെട്ടിച്ചു. ഞാൻ ആദ്യം ഒരു പ്രശ്നത്തിൽപ്പെട്ട. ഇപ്പൊ ഞാൻ രണ്ടാമതൊന്ന് മുടി വളർത്തി നോക്കുക. അപ്പൊ ഇത് വളർന്നു വരുന്ന ഒരു തന്തയില്ലാത്ത രീതിയിലാണ്. ഇത് എവിടെ വളരെ എങ്ങനെ വളരും എന്നറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാവുന്നത്. അപ്പൊ പടം അല്ല, എന്നെ ആരാം എന്നെ പടത്തെ അഭിനയിപ്പിക്കാൻ. വിക്കി സോങ് എന്ന് പറയുന്നത് ഒരു പാട്ട്, ഓഡിയൻസിനോട് ഒരു പാട്ട് വിക്കി പാടും. പാട്ടെന്നാലും പാടും. ഫ്രീ സ്റ്റൈലല്ലേ നിർത്തിയിട്ടുള്ളൂ, പാട്ട് പാടൽ നിർത്തിയോ? ഇല്ലല്ലോ. ഏത് പാട്ട് വേണം? ഏത് ആണെങ്കിലും പാടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാടാം. ഒരു സെക്കൻഡാ. മറ്റേ വിശ്വയുടെ ഉണ്ടായിരുന്നു അറിവ് റെഡി എന്ന് പറഞ്ഞവൻ വെടിന്നായി പോയി. ഓക്കെ, ഏതാ പാട്ട് പറ. അയ്യോ, ഏത് പാട്ട് ഞാൻ പറയുകയാ? DC ഡിസ്കോഡ് റിയാക്ട് ചെയ്യാനോ? ഡിസ്കോഡ് ഒന്നിച്ച് റിയാക്ട് ചെയ്യണോ? ഡിസ്കോഡ് റിയാക്ട് ചെയ്യുന്നോ? ഡിസ്കോഡ് റിയാക്ട് ചെയ്യാം. ഓക്കെ, ഡിസ്കോഡ് ഇത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കോഡ് റിയാക്ട് ചെയ്യാം. ഓക്കെ, പാട്ട് ആദ്യം പാട്ട് ഇപ്പൊ ഇതിനകത്ത് കരോക്കെ ഒക്കെ വന്നാൽ എനിക്ക് പാടാൻ ഏതെങ്കിലും ഒരു നോർമൽ ഒരു പാട്ട് പാടിയാൽ മതിയോ? നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്. നീ മറ്റേ ഇത് പാട്, എൻ്റെ ഒരു പഴയ മലയാളം പാട്ടില്ല നീ പാടുന്നത്, അടിപൊളി. അത് സൂര്യോദയം. ഓക്കെ. അയ്യോ, അത് കരോക്കെ വേണ്ട. അതെന്താ? ഞാൻ അല്ലാതെ വേറെ പാടുന്ന. ഓക്കെ, റെഡി. നിന്റെ നോപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന ജീവിതം നീ എന്നും ആനന്ദ നീലാംബരി, നീ എൻ്റെ അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ ഉടമനെ എന്തിനു മര്യാദക്ക് പാടത് തമാശ ആക്കല്ല. ഓക്കെ ഓക്കെ, വേറൊരു പാട്ട് ഹിസ് വോയിസ് എന്ന് പറഞ്ഞ ആയിഷൂസൻ. ഇതാര് ഒരു സെക്കൻഡാ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മങ്കിയിൽ എന്തായാലും കയറാട്ടാ. നമ്മൾ ഇതുവരെ ഒരുമിച്ച് മങ്കിയിൽ നിന്നിട്ടല്ലോ. ഇതാര് ഹിസ് വോയിസ് എന്ന് പറഞ്ഞിട്ടത്? ഐഷൂസ് പറയുന്നുണ്ട് ഹിസ് വോയിസ് നട്ട് ഹാർട്ട് ഇട്ടിട്ടുണ്ട്. എന്റെ പേര് മുഹമ്മദ് വിക്കി എന്നാണ് ശരിക്കും. മുഹമ്മദ് നിന്റെ നോപുര നിർമ്മരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. എന്റെ ഫോണിന്റെ വാൾപേപ്പർ വരെ നീയാണ്. അപ്പൊ ആയിഷു വിക്കിന്റെ സൗണ്ടുമായിട്ട് പ്രണയത്തിലായി എന്നാ പറയുന്നത്. രണ്ടു വാക്ക് ആയിഷുവിന് വേണ്ടിട്ട് രണ്ടുപേര് പാട്ടും കൂടി പാടണം. പാടാം. ഓക്കെ, ഏതാ പാടുന്നത്? കരോക്കെ വേണ്ട. ഇങ്ങനെ മൈക്ക് ഇങ്ങനെ പിടിച്ചോ, എന്നാലേ ഇത് കിട്ടും. പാട്ട് പാടുമ്പോൾ എടുത്തു. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ തളിരാർന്നു പൂവനങ്ങൾ. എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടാ. ബേബിയാ? എൻ്റെ ഐഷു ബേബി. എന്തായാലും ഒരു 2 പന്ന കമന്റ് കൂടി ഇട്. ഓക്കെ, എല്ലാവരും ഒരു ബിഗ് ഡബ്ല്യൂ. ഞാൻ പറയുന്നത് വെച്ചാല് റാപ്പ് ഫ്രീ സ്റ്റൈൽ എടാ, അങ്ങനെ ഞാൻ ഒരു കാര്യം പറ്റോ. ഓക്കെ, ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മളെല്ലാവരും ഫ്രീ സ്റ്റൈൽ ഇതെല്ലാം ചെയ്ത് കുറെ തെറിപ്പാട്ട് ഇതെല്ലാം ഇതാക്കി. ഞാൻ പറയുന്നത് അതെല്ലാം കഴിഞ്ഞ കാലമാണ്, മനസ്സിലായി. നമ്മളെപ്പോഴും അങ്ങനെ അത്ര വലിയ മാസമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം എല്ലാവർക്കും വരും. അതാണ് മെച്ചൂരിറ്റി. അല്ലാതെ എപ്പോഴും തെറി പറയാന്നുള്ളതല്ലോ. അതാ എടാ, വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിപ്പോ എത്രയായി? 3ാമത്തെ വർഷമാണ് വിക്കി സ്ട്രീമിലായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോൾ ഒരു മനുഷ്യന് മാറ്റങ്ങൾ വരുമല്ലേ, മനസ്സിലാവും. എന്നുവെച്ചാൽ പഴയ പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധം പിടിക്കരുത്, മനസ്സിലാവും. അപ്പൊ എനിവേസ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലോട്ടൊക്കെ ഒന്ന് കിടക്കായിരുന്നു. എന്താ ആക്ടിവിറ്റി പറ? ചാറ്റിനോട് ചോദിക്കും. നമ്മൾ എന്തിലേക്ക് കിടക്കണം? വിക്കി മോനെ, എന്നെ പറ്റി 2 നല്ല കാര്യം പറയണമെന്ന് പറയുന്നുണ്ട് മോനിസ് കൃഷ്ണ.
$2 സൂപ്പർ ചാറ്റ് ആയിട്ട് പറയുന്നു. വിക്കി മോനെ പറ്റി 2 നല്ല കാര്യം പറയാം. നീറ്റ് പയ്യ മോനിഷ് കൃഷ്ണ, ഇവൻ എന്റെ നാട്ടിൽ ചൊനക്കര അമ്പലം. എടാ കഴിവറാ മോനെ നീയോ, നീ അവനാണെങ്കിൽ, നീ പണ്ട് എന്നെ പറ്റിച്ചിട്ട് പോയവനാണെങ്കിൽ എന്നെ പറ്റി എനിക്കൊരു കുന്നയം പറയാനില്ല. ഞാൻ തെറിവിളി നിർത്തിയതാ, നിന്നെ എനിക്ക് ഇവിടെ കിട്ടിയോ? കിട്ടിയല്ലോ, 2 നല്ല കാര്യം കിട്ടിയല്ലോ, നിന്നെ പറ്റി 2 വാക്ക് കിട്ടിയല്ലോ. ഓക്കെ. ആക്ടിങ് ചെയ്യുന്ന ആക്ടിങ് വേണം നമുക്ക്. ആക്ടിങ്ങിൽ നമ്മളത്ര ഇതല്ലേ, നമ്മളതിൽ കുറച്ച് ബാക്കോട്ടാണ്. വേറെന്നും കാര്യം പറ. ഹേ തൊപ്പി സുഖാണോ? ഹേ വിക്കി ആണ് വോയിസ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. മോനിഷ് കൃഷ്ണക്ക് വയറ് നിറച്ചും കിട്ടിയല്ലോ. വിക്കി ഒരു ഡാൻസ് കളിക്കുന്നു. പോയടാ, ഡാൻസിലെ ലാസ്റ്റ് അവസാനം വൈൻഡപ്പ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്ട്രീം തീരുമ്പോ MRC ഗാങ് സോങ് പ്ലേ ചെയ്യും. ജാസിയുടെ വാട്സപ്പിലുണ്ടെന്നാ. MRC ഗാങ് സോങ്ങോ? ഗാങ്ങിനോണ്ട് സോങ് ആക്കി ആരെങ്കിലും ഒരാള് ആക്കിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാരാ? വിവേക് 2 ഡ്രീംസ്. വിക്കി അണ്ണനിക്ക് ജയ് എന്ന് പറയുന്നുണ്ട്. 200 rupees ഉപചാരിട്ട്. വിക്കി മൊത്തത്തിലൊന്നും ഒതുങ്ങിയല്ലേ? മൊത്തത്തില് അല്ല ആള് മൊത്തത്തില് നാട് പണ്ട് നാട് ഉറപ്പിച്ച് നടന്ന അണ്ടർവേൾഡാണ് ബ്രോ. ഇത്തിരി ചക്കര സൂപ്പർ ചാറ്റ് ചെയ്തിട്ടും കാണുന്നില്ല. ഇത്തിരി ചക്കര ബ്രോ, ഇത്തിരി നോർമൽ അതുമാത്രം കാണുന്നില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ ചാറ്റ് നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ കണ്ണിൽ എന്താ പറയുക, നിങ്ങൾ ഇത് എത്ര ഫാസ്റ്റിലാണ് ഈ ചാറ്റ് പോകുന്നത് നിങ്ങൾക്കറിയോ? എന്ത് ഫാസ്റ്റിലാണ് ഈ ചാറ്റ് പോകുന്നത് അറിയോ? അതിലെൻ്റെ കണ്ണിൽ പെടുന്നത് ഞാൻ വായിക്കുന്നു. ഓക്കെ, അതിന് പെണ്ണിന്റെ വായിച്ചപ്പോഴേക്ക് എൻ്റെ മോനാ. നീ എന്താ പറയുന്നത്? തൊപ്പിയാൻ വിക്കി ഫസ്റ്റ് നൈറ്റ് അഭിനയിക്കുന്നു. ഞാൻ വഴങ്ങും. ഇല്ല, എന്നെ ഒന്ന് തഴുകിയ ഞാൻ വഴങ്ങും. ഫസ്റ്റ് നൈറ്റോ ചെയ്യണോ? ബെഡൊന്നും ഇല്ലല്ലോ. നീ ഇതൊന്നും എന്താ കാണിക്കുന്ന വെക്കി? ഞാൻ ഈ ക്യാമറയുടെ മുന്നേ വരുമ്പോഴേ ഉള്ളൂ എനിക്ക് ദൂരം തോന്നുന്നു. എനിക്ക് ആകർഷണമാണ് നിന്റെ ഈ ക്യാമറ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അതിലാരാ പെണ്ണാരാ? അപ്പൊ നീ പെണ്ണ് ഞാനാണ്. നിനക്ക് പെണ്ണ് നല്ല ഇതാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ബി ചെയ്ത് പാട്ട്. ഫസ്റ്റ് നൈറ്റ് മ്യൂസിക് എന്താ? അല്ലല്ല, ഇത് എല്ലാരും മാറണം. ഓവർ ഇതാക്കരുത്. പിള്ളേരെല്ലാം കാണുന്നത് ഓവർ ഇതാക്കരുത്. തുണിയൊന്നും വരരുത്. നോർമൽ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ പാലെല്ലാം കൊണ്ടുതരുന്ന അങ്ങനെ. എടാ ഒരു ഗ്ലാസ്സിൽ മറ്റേ വെൽക്കം ഡ്രിങ്ക് എടുത്തിട്ടോ എനിക്ക് ഇതാക്കാം, പാല് പോലെ. ഓക്കെ 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 ഓക്കെ. ഇത് ബെഡ്. ഓക്കെ, ഇതെന്താ? കുര്യാക്കോസ്. ഇതെന്താണത്? ഓക്കെ, ഇതാണ് ബെഡ്. ഇതാണ് നോ 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 നോ. ഇതെന്താ നോ 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 നോ? അടി ഇല്ല, തെറിയൊന്നുമില്ല. വൃത്തിയോടൊന്നും കാണിക്കൂല. ജസ്റ്റ് നോർമൽ ഫസ്റ്റ് നൈറ്റ്, അതായത് സിനിമയിലും കാണുന്ന ഫസ്റ്റ് നൈറ്റ് ഇല്ലേ അത്. ഓക്കെ, നീ പെണ്ണാണ്, ഞാനാണ്. ഓക്കെ ഓക്കെ, നീ റൂമിലേക്ക് കടന്നു വരണം. ഓക്കെ, അവിടെ നിന്നോ. ഇത് റൂമാ, ഇത് ബെഡ്. എടാ നിങ്ങളെല്ലാം ഇവിടുന്ന് മാറാ. ഇതെന്താ സിനിമ കാണാതിരിക്കുന്ന? ഇവിടെ ഒരു ചെയർ ഇടുവോ? അപ്പൊ ഞാൻ ഇവിടെ വന്ന് എന്താ ഇങ്ങനെ ഇരിക്കണോ? ഇതാണ് ബെഡ്. ഞാൻ പെണ്ണ്. നീ കടന്നോ. ഞാൻ പാല് തന്നിട്ട് കിടക്കാം. ഓക്കെ, അത് നീ പാലും കൊണ്ടുപോവാ. നോ നോ ഫാമിലി വാച്ചിങ്. എടാ മുത്തേ ബ്രോ, ഐ പ്രോമിസ്. പാല് കൊടുക്കുന്ന ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്ന. ഇത് കുടിക്കാൻ പറ്റോ? മുക്കാല് വെള്ളത്തിൽ കുറച്ച് പാല് കുടിക്കാൻ പറ്റില്ല. ഓക്കെ റെഡി. ഓക്കെ, അവിടെ നിന്ന് കൊണ്ടുപോവാ.
എടാ ഇത് ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമാണ്. നീ എന്തേ കാണിക്കുന്ന? സോറി മൈ ബാഡ്. ഇനി ഒന്നുകൂടെ കണ്ടിന്യൂ. ആ പെണ്ണ അങ്ങനെയല്ല പെണ്ണാടി പറഞ്ഞ കാണിക്കുന്നു. ആ അതെ അത്രേ ഉള്ളൂ. അതിന് മോശമൊന്നും വന്നിട്ടില്ല. നോർമൽ ഫസ്റ്റ് ഡേറ്റ്. ഇനി വേറെ ചാലഞ്ച്, അടുത്ത ചാലഞ്ച്. കുറഞ്ഞില്ലയോടാ നമ്മള്. ആ പിന്നെ പണ്ടാണ് നമ്മൾ എടുക്കണം. അതെല്ലാം വെച്ചോക്കും ഇതിൽ എത്രയോ നല്ല സ്ട്രീം വേറെ കാണാൻ കഴിയില്ല. എന്നിട്ട് ഇത് ഫാമിലി വാച്ചിങ് മഴ കൈക്ക് പിടിച്ചോണ്ടാ പറയുന്നേ. മഴവില്ല എടാ ഇത് ആക്ട് ചെയ്ത് കാണിക്കാൻ പറ. ഒരു ആക്ടറിന് എപ്പോഴും എന്തും ചെയ്യാനുള്ള ഇതുണ്ടാവണം, മനസ്സിലാവും. മനക്കട്ടി മറ്റേ സാധനം ഉണ്ടാവണം അല്ല. ഏത് ക്യാരക്ടറിലേക്കും പോകാൻ പറ്റണം. 5ാം കാലം എടുക്കേണ്ടി വന്ന 5ാം കാലം എടുക്കും. അതാനൊക്കെ കിടത്തിയാടി എടാ മഴവില്ല സ്പാമല്ല. ഞാൻ ഒരു കാര്യം പറ്റേ. എടാ നമ്മൾ നല്ല പറഞ്ഞ നിനക്ക് സിനിമ കയറാൻ ആഗ്രഹമില്ലേ? ഒരുപാട്. ആ എനിക്ക് അതിലും ആഗ്രഹമുണ്ട്, മനസ്സിലാവും. നമ്മൾ നല്ല പറഞ്ഞാൽ സിനിമ മോഹമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാണ്, മനസ്സിലാവും. നമ്മളോട് ഒരു ക്യാരക്ടർ ഇടാൻ പറഞ്ഞാൽ നമ്മളതിൽ ഫുള്ള് പോകും. നീ ഒരു കണ്ടിട്ട് ചിലപ്പോൾ ഞങ്ങളെ വലിയ പടത്തിൽ വിളിച്ചാലോ പറയാൻ പറ്റില്ല. ഈ ഒരു ആക്ടിങ് എല്ലാം കണ്ടിട്ട് നമ്മളെ ആക്ടിങ് മികവ് കണ്ടിട്ട് നമ്മൾ വിളിക്കും. അപ്പൊ നിങ്ങൾ ഈ മഴവിൽ നിന്ന് തൊട്ട് കുരക്കുന്നവരുടെ ഒരു സൈഡിൽ നിന്ന് കുരക്കും. അത് നമ്മൾ നോക്കുന്നില്ല. നമ്മളെ ആക്ടിങ് ഇമ്പ്രൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസ്കോഡ് റേറ്റ് ചെയ്യുന്നു. വിക്കിയാണ് തൊപ്പിക്കൊരു ഉമ്മ കൊടുക്ക. പിന്നെന്താ മുത്തൊരു പ്ലേ ഡംസറേഡ്സ് നമ്മൾ ഇതെല്ലാം കളിച്ചില്ലല്ലോ. എല്ലാം നമ്മൾ കളിച്ച് ആ ഒരിക്കൽ ലൈവിൽ നമ്മൾ കളിച്ചടാ. ഒരു അരമണിക്കൂറോളം നമ്മൾ ഇരുന്ന് കളിച്ച് ഡംസറേഡ്സ് നമ്മൾ കളിച്ച്. യൂട്യൂബിലല്ല തോന്നുന്നു, വേറെ ഏതോ പ്ലാറ്റ്ഫോമിലാണ്. ടെസ്റ്റിലോ ഏതിൽ PS-ലോ പ്ലേസ്റ്റേഷൻ? ഞാൻ പ്ലേസ്റ്റേഷൻ വാങ്ങി. ഞാൻ പ്ലേസ്റ്റേഷൻ വാങ്ങി. ഞാൻ പറയാൻ പറഞ്ഞു അതിന് നമുക്ക് ഇവിടെ കുറച്ച് ഗെയിംസിലേക്ക് നമുക്ക് കടക്കണം. അല്ല 4 അല്ല മേടിച്ചല്ല, എനിക്ക് ഗിഫ്റ്റ് തന്നാ. ട്രൈ നോട്ട് ലാഫ് ചാലഞ്ചോ? ട്രൈ നോട്ട് ലാഫ് എങ്ങനെ വായിൽ വെള്ളം വെച്ചിട്ടോ? അല്ല അത് ചെയ്താ ഇവിടെ കാർപ്പറ്റ് ഫുള്ള് സീനോ. അത് അപ്പുറത്തെ റൂമിൽ അത് അടുത്ത ലൈവ് ഇപ്പൊ ട്രൈ നോട്ട് ലാഫ് വായിൽ വെള്ളം വെച്ച് കളിച്ചത് ഇവിടെ മൊത്തം ഇത് കാർപ്പറ്റ്, അത് മൊത്തം വെള്ളം കുടിക്കും, ഫുള്ള് സീനോ. അടുത്ത ലൈവ് നമുക്ക് അപ്പുറത്തെ റൂമിൽ ഞാൻ ഇപ്പുറത്ത് വേറൊരു സ്ട്രീമിംഗ് സെറ്റപ്പ് ആക്കി കേട്ടോ. ഇവിടെ തുപ്പാനുള്ള സൗകര്യം നമ്മൾ ചെയ്യും. അല്ല അവിടെ നിലത്ത് ടൈൽസാ, കുഴപ്പമില്ല. ഇവർക്ക് കൊണ്ട് ഈ ഷമീർ മമ്മൂല് സ്ട്രീം ചെയ്യുന്ന കണ്ടുണ്ടോ? എങ്ങനെയുണ്ട്? ആരാണ് ബെസ്റ്റ് സ്ട്രീമർ? ഞാനല്ല, ഞാൻ എന്നെ പറയരുത്. ഈ കൂട്ടത്തില് പിള്ളേരുടെ കൂട്ടത്തിൽ ആരാണ് നന്നായിട്ട് സ്ട്രീം ചെയ്യുന്നത്? ജാസി ഉണ്ട്, ഷമീർ ഉണ്ട്, മമ്മു ഉണ്ട്, റാംബോ ഉണ്ട്. എനിക്ക് ഇവന്റെ ഒരുപാട് ഇഷ്ടമാണ്. ജാസിയാ? അല്ല അവൻ എന്തൊക്കെ കാണിച്ചാലും അവന്റെ ഉള്ളിൽ എന്തൊരു സാധനം ഉണ്ട്. പിന്നെ ഇവൻ എടാ മുതുമണ്ണ മൈരേ, നിന്നെ എനിക്കൊന്നും പണ്ണാനില്ല. നീ എന്തേലും പറ, നീ എന്തേലും കാണിക്കും. നീ പൊളിയാണ് കേട്ടോ, നീ പൊളിയാണ്. ഞാൻ നിങ്ങൾ തമ്മിൽ അത്ര പരിചയമില്ല ആദ്യമായിട്ട് കാണുന്നല്ലേ? ഷമീർ വിക്കിനെ ആദ്യമായിട്ട് കാണുന്നത്. റാംബോ സ്ട്രീം ചെയ്താലില്ലല്ലോ അവൻ ഈ വീടിന്റെ ഫ്രണ്ടില് വളരെ എന്താ പറയാ ഒരു ഗാംഭീര്യത്തോടെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്ന ഞാൻ ദൂരെ കണ്ടു റാംബോയെ. അപ്പൊ എല്ലാരും ആം റെസ്ലിംഗ് വാശിയേറിയ കാര്യങ്ങള് ഇവിടെ ഈഗോ വാർ നടക്കും. ഇവിടെ റാംബോ വിക്കിയെല്ലാം ആം റെസ്ലിംഗ് ചെയ്ത് ഇവിടെ ഈഗോ വാർ നടക്കും. അത് ഒരുപാട് ഇളയ ചെറുക്കനാണ്. അവനൊക്കെ എന്നെ തോപ്പിച്ച് എനിക്ക് ഭയങ്കര അറിയാം മൃഗമാണ്. നേരെ തിരിച്ചായാലും പ്രശ്നം, ഇവിടെ ഈഗോ വാർ നടക്കും, മനസ്സിലാവും. വിക്കി ബ്രോ ടോക്ക് അബൌട്ട് ദ ഡ്രഗ്സ് ഇഷ്യൂ ഇൻ കേരള.
കെമിക്കൽ എന്ന് പറയുന്ന സാധനം കൈകൊണ്ട് തൊടാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. മറ്റെന്തെങ്കിലും ഉപയോഗിക്കാൻ ഞാൻ പറയത്തില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഉപയോഗിക്കാത്തവർ അത്രയും നല്ലവരെന്ന് ഞാൻ പറയത്തുള്ളൂ. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. കെമിക്കൽ ഡ്രഗ്സുകൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അത് ഞാൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഉപയോഗിച്ചിരുന്ന വ്യക്തി, ഞാൻ മനസ്സിലാക്കി അത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിവോടുകൂടി അത് നിർത്തിയ ഒരു വ്യക്തിയാണ്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ, നമുക്കിഷ്ടമുള്ള ആൾക്കാരോട് നമുക്ക് സംശയം തോന്നുന്നു, അങ്ങനെ ഒരുപാട് വൃത്തികെട്ട ചിന്താഗതികൾ തരുന്നൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക, അടിപൊളിയായിട്ട് ജീവിക്കുക. ജയ് വേണം ആ സ്റ്റൈൽ ഉണ്ട്. തെറി പറഞ്ഞു, അത് കുഴപ്പമില്ല. ഒരു പണ്ടെല്ലാം പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരു കഷ്ണം, ഒരു ചെറിയ വാക്കല്ലല്ലോ വരുന്നത്, കുഴപ്പമില്ല. ചെറിയൊരു കഷ്ണം വരുന്ന വന്നോ? തെറി വന്നോ? ഇല്ലടാ, തെറി വന്നില്ലല്ലോ. വന്നില്ല. തെറി വന്നായിരുന്നു. വന്നോ? ഞാൻ പറയും ഇല്ല. നീ ഫുള്ളായിട്ട് പറഞ്ഞ ഇങ്ങനെ കമ്പയർ ചെയ്ത് നിങ്ങൾ സംസാരിക്കരുത്. നീറ്റ് പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെന്നേ ഉള്ളൂ. നമ്മൾ പഴയ പോലൊക്കെ തന്നെയാണ്, ചില സ്വഭാവ മാറ്റങ്ങളും തിരിച്ചറിവും വന്നേ ഉള്ളൂ. ജയ് വേണം. ടീമായിട്ട് അന്താക്ഷരി കളിക്കൂ. അന്താക്ഷരി ബോറിംഗ്, അന്താക്ഷരി ബോറിംഗ്. അത് ഗെയിംസ് വിക്കിഎക്സ് തൊപ്പി കോംബോ എന്ന് പറയുന്നുണ്ട്. ഓ, നമ്മളെ വർഷങ്ങളായിട്ടുള്ള കോംബോ ആണ്. ഡബ്ല്യു സ്ട്രീം, ലെറ്റ്സ് ഗോ. 2023, 2024, 2025 3 വർഷവും ഞങ്ങൾ ഒരുമിച്ച് ഓരോ ലൈവ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് കണ്ട ഓരോ ആൾക്കാരും ഓരോ സമയത്ത് ഓരോ ആൾക്കാരാണ് കാണുന്നത്. അവരൊക്കെ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഞങ്ങളെ പണ്ട് മുതലേ അറിയുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ ഇത് കാണുന്ന പുതിയ ആൾക്കാർ, ഇനി വരാൻ പോകുന്ന പുതിയ ആൾക്കാർ, 2026 ഇവിടെ സ്ട്രീം നടക്കും, 2027 നടക്കും. അതിപ്പോ എവിടെയാണെങ്കിലും, അത് റഷ്യയിലാണേലും നടക്കും, ഇംഗ്ലണ്ടിലാണേലും നടക്കും, കോഴിക്കോട്ടാണേലും നടക്കും. അത്രേ ഉള്ളൂ. മമ്മു തീ എന്തേ? മമ്മു എന്താ ചെയ്ത ബാക്കില് നമ്മള് കാണാണ്ടെന്തോ ചെയ്താ? മമ്മു എന്ത് ചെയ്യാനാടാ? മമ്മു കൂടിപ്പോയ എന്ത് ചെയ്യാനാ? ഡിസ്കോഡ് ഓക്കെ, ഡിസ്കോഡ് കാണാം. Let's react to some clips, baby. Discount allada, Discord. DC cheya. Aise kaise? Tum. Sahura. Su. Reaction clips. Guys, reaction clips നിങ്ങൾക്ക് ആവശ്യമുള്ള സൂര്യല്ലേ ഇത്? സൂര്യ നല്ല ഭംഗിയുണ്ടല്ലേടാ. ഈ പെണ്ണ് എങ്ങനെയുണ്ട്? അറിയോ? ഇത് ലാസ്റ്റ് ലൈവ് കണ്ടില്ല? നമ്മളെ നീ ഒരു കുട്ടിയോട് ഇങ്ങനെ നിന്ന് നമ്മളെ ആക്ടിങ് ഒക്കെ ചെയ്ത സൂര്യ നല്ല ഭംഗിയില്ലേ? സൂര്യക്ക് പെങ്ങളുണ്ടോ? അതെന്താ? ഇല്ല, സൂര്യ ഒറ്റ മോളാ. അതെന്താ സൂര്യക്ക് പെങ്ങളുണ്ടോന്ന് അന്വേഷിക്കുന്നത്? സൂര്യ ഉണ്ടല്ലോ. സൂര്യക്ക് കൂട്ടുകാരികളുണ്ടോ? അല്ല, സൂര്യ എന്താ? അല്ല, അങ്ങനെ സൂര്യനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സൂര്യക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ലല്ലോ. സൂര്യയുടെ കൂട്ടുകാരിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സൂര്യ കണക്ഷൻ നോക്കിട്ട് എടുക്കുവാളാ. സൂര്യ ഇസ് എ വെരി ഗുഡ് ഗേൾ. വെരി തുപ്പിയൻ സൂര്യ വെരി ഗുഡ് മാച്ച് എന്നോ? ഇത് ആരാണ് ഇത്? ഐ ലവ് മമ്മു ലിപ്സ് എന്ന് പറഞ്ഞ ഒരുത്തനെ ഇട്ടിരുന്നത്. അതിന്റെ ഡി പി നോക്കിയേ, ഇതിന്റെ ഡി പി. ഈ സ്ട്രീം കണ്ടില്ല? മമ്മൂ റാമും കൂട്ടി ഇറങ്ങിയല്ലോ, ഇവന്മാർ വേഷം കെട്ടി ഇറങ്ങിയല്ലോ, വൈറലാവാൻ വേണ്ടിട്ട്. വൈറലാവാൻ വേണ്ടിട്ട് എനിക്ക് ചാറ്റ് മൊത്തം ഷമീർ വേറെ ചാറ്റ് മൊത്തം സെക്സി ആയില്ലടാ നീ. നിങ്ങൾ ഇവിടെ വന്ന് കുറെ ഷമീർ ആരാധകർ വന്ന് ഇവിടെ ഷമീർ കിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ. ഈ ഷമീറിന്റെ മോബിലും ഇവൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഇത് ഉറപ്പായിട്ട് ഇവൻ ചെയ്യിപ്പിക്കുന്നത്. He is just trying to get reach or something. ആര്? സിസേഡാസോ?
ഇതെന്താ റാൻഡം കാര്യങ്ങൾ ഇവിടെ വന്നിട്ട്? ഇതെന്താ റാൻഡം? ഇതാരോ ഡിസ്കോഡ് മോഡറേറ്റേഴ്സ് ഇതൊന്നും നോക്കുന്നില്ലേ? എന്തോ ഒരു സാധനം ഉണ്ട്, സിസാഡാസ് തൊട്ട് എന്തോ ഒരു സാധനം ഇട്ടിന്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. നമ്മളെന്താ ചെയ്തോണ്ട് നമ്മള് റിയാക്ഷൻ. എടാ ഇവനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞേ. ഇവനെ കുറിച്ച് എങ്ങനെയുണ്ട് മൊത്തത്തില്? അടിപൊളിയാ. ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ പെമ്പിള്ളേർ മൊത്തം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നല്ല സമയമാകുമ്പോഴത്തേക്ക് നീ മോഡലിങ്ങിലോട്ട് ഇറങ്ങണം. അല്ല ഇവ മോഡലാ, മോഡലിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ള സാധനം ഉണ്ട്. ഇവന് കുറച്ചുകൂടെ കഴിയുമ്പോ റെഡി പയ്യനാവും. ഇപ്പൊ എത്ര വയസ്സുണ്ട്? വന്നില്ല. എന്താ ആണോ? എനിവേസ് ചാറ്റ് കസോൾ പ്രോപ്പർട്ടി വിക്കി എന്ന് ചോദിക്കുന്നുണ്ട്. കസോളിൽ പ്രോപ്പർട്ടി എടുത്തോ നീ? കസോളിൽ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, ഒന്നല്ല 5 എണ്ണം. 5 എണ്ണം? റിച്ച് മാൻ. അല്ല, നമ്മളെ കൂടെ 2-3 ആൾക്കാരോട് ഉണ്ട്. പക്ഷെ ഗംഭീരമാണ്. ഇപ്പൊ റോഡില്ല, അങ്ങോട്ട് പോകണ്ട. അതെന്താ? അവിടെ അളിയ കല്ലും മണ്ണും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. മലയൊക്കെ മേളിൽ നിന്ന് തലേ വന്നാ വീഴുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ കൊണ്ടുപോകാം. വിക്കി ബ്രോ മെച്യൂർഡ് ആയാലോ? അല്ല പിന്നെ വേണ്ടടാ, ഞാൻ ഇങ്ങനെ പഴയ കണക്കാണ് പെണ്ണും കിട്ടാതെ. ചെറുപ്പം വേണ്ടിട്ടുണ്ടാ എന്താടാ എന്താ ഓക്കെ. എന്തായാലും വിക്കിന് കുറച്ച് സമയം കൂടെ ഉള്ളു. അതിന് ഉള്ളിൽ അവസാനമായിട്ട് നമുക്ക് ഫ്രീ സ്റ്റൈലിലേക്ക് കടക്കാൻ തോന്നല്ല. ഫ്രീ സ്റ്റൈൽ നമുക്ക് തെറിയില്ലാണ്ട് ഒരു ഞാനും കൂടെ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. ഫ്രീ സ്റ്റൈൽ വരത്തില്ല എനിക്ക്, തെറിയേ വരത്തില്ല. അതുകൊണ്ട് ഇല്ല, തെറിയിലാണ് നമുക്ക് ട്രൈ ചെയ്യാം. അതായത് വിക്കി വാഴണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാം. ഓക്കെ, ഒരാളായിട്ട് ഇങ്ങനെ മാറി നോക്കാം. എല്ലാവരും മൈക്കോ ഒരാളായിട്ടാ വിക്കി കാണിക്കാം. എന്തോ വരികളുണ്ടോ? എണീറ്റിട്ട് Vicky don't go, Vicky Mamu reaction, Mamu solo. Evil jet bus sail, spam evil jet. Mamu case Vicky reaction, red I know Vicky Mamu reaction. Idanda Vicky Mamu reaction full. Era ഫ്രീ സ്റ്റൈൽ ചെയ്യാനുള്ള വരികളുണ്ട്, വേർഡ്സ് നിങ്ങൾ ഇങ്ങനെ സ്പാം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ചാറ്റിൽ ഇങ്ങനെ സ്പാം ചെയ്തുകൊണ്ടിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഫ്രീ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സ്പാം ചെയ്യും. ഒരേ വാക്ക് തന്നെ വിക്കി റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിക്കി മമ്മു റിയാക്ഷൻ. അത് അതിന് മാത്രം ഉണ്ടോ? അതെനിക്ക് മനസ്സിലായി. അത് അതിന് മാത്രം ഉണ്ടോ? കാണാൻ മാത്രം ഉണ്ടോ? കാണണോ? കാണാൻ മാത്രം ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ കാണാനും കുഴപ്പമില്ല, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാണണോ? അത് എന്റെ ചെറുക്കനെ ചുമ്മാ വീണ്ടും ഇതിനകത്ത് എടുത്തിടുന്ന ഒരു സംഭവം പോലെ. എന്നാ വേണ്ട, വിട്. എല്ലാരും ജാസിയില് പ്രോ കിട്ടൂല. ചാറ്റ് വരുന്ന വായിച്ചിട്ടാ ചാറ്റ് നോക്കി. Money is power, കണ്ടില്ലേ നടിക്കണ്ട മണിയില്ലെങ്കിൽ ഒന്നുമില്ല. ആളാകണമെങ്കിൽ ഇത് വേണം. കളിക്കണ കളിയിൽ മണി വേണം, പറയണ മണി വേണം. എല്ലാം മണമാണ്, പണത്തിന് മുകളിൽ ഒന്നില്ല. എന്റെ കണ്ണിൽ എരിയുന്ന തീയാണ് ബർത്ത്ഡേ. ഫ്രീ പലസ്തീൻ, വൺ സൈഡ് ലവ്. പലസ്തീൻ എന്നൊരു ദേശത്ത് കറച്ചിട്ട് നേരത്ത് പിച്ചിച്ചീന്തും നാളല്ലേ ആ കളി കണ്ട പാവം ജനതയെ വിട്ടേക്ക. നാളെ നാളുകൾ അടികിട്ടും, വെറുതെ എന്തിന കളിക്കൊന്ന്. മനുഷ്യരെ എല്ലാം ഒന്നല്ലേ, സ്നേഹം മതി മക്കളെ, യുദ്ധം വേണ്ട മക്കളെ. ചോരക്കളി let's go ghost Jazzy
ചിങ്ങമാസം ആയതിനാൽ വിവാഹ ചേട്ടന്റെ വണ്ടി വള്ളി 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 ന്യൂസ് സ്റ്റാർട്ട് ഓ ദോ മോനെ വിക്കി വിക്കി വാട മോനെ വിക്കി വിക്കി പാട 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 ഒന്നിച്ചോട്ട് പാട പാട കുര്യാക്കോസ് ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ലേ കുര്യാക്കോസ് ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല മോനെ ടൈൽസിന്റെ പണിയില്ലേ കുരിയ നിന്നെ കീഴ്പണിക്ക് പോട കുരിയ എന്ത് കണ്ണടിട്ടവിടെ ഇരിക്ക ഒന്ന് കളിക്ക് കളിക്ക് ഉഷാറാക്ക് ഏയ് വട 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 വിക്കി നീയും പാട് 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 പാട്ട് ഒന്ന് ഉഷേ ഞാനൊരു സ്റ്റൈല ഞാൻ വേറെ ലെവല ഇവനും മാസ കൂടുള്ളൊരു ഡോണ എന്റെ സ്റ്റൈല് വേറെയാ ഇത്രേ ഉള്ളൂ വേറെ വരുന്നില്ല അണ്ണന്റെ പഞ്ച് വേറെ തീ പാറും ഗ്യാങ് ഹൗസ് ഇത് പറ പറക്കും മോനെ കളിക്കട കളിക്കട അറിഞ്ഞുണ്ട് കളിക്കട കളിയെല്ലാം കളിയാണ് ജയ് ഈ പോലെ പൊറാട്ട സോറി അല്ല വേർഡ്സ് ഇട അന്നെ പൊളാക്കല്ല and nobody ചലോ Tipo le va, mole tipo le va, tipo le va, mole tipo le va, inge va, kalika va, inge va, kalika va. Hey, hey, mota, mama, vale. കളിക്കട നേരത്ത് അത് ജീവിത എന്നൊരു രക്ഷക്കുള്ളരാണ് വെടിയോ വെടിയോ ഏറെ മെക്കട മനസ്സിലെരിയുന്ന തീയാനക്കാരെങ്കിൽ കയ്യില്ല വേഗം വീട്ടിൽ ഞാൻ പോകും കളിക്കട്ടെ നേരത്തെ ഇരിക്കുന്ന തുണിയുടെ ആഴത്തിലിയുടെ തീയും കുരിയാനെ പറ്റി എന്താണ് മമ്മു പോട്ടെ കളിക്കുന്ന എന്താണ് എന്താണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് എന്റെ ഒപ്പം വെച്ച് കളിക്കാൻ കുട്ടികളെ ഇവിടെയുണ്ട്. അപ്പം ഞാൻ അടുത്ത വർഷം നീ എവിടെയാണോ ഞാൻ അവിടെ വരും. അപ്പൊ 2026 വിക്കി അടുത്ത വരവ് വരും. വേറെ വരവായിട്ടായിരിക്കും വരുന്നത്. അപ്പോഴേക്കും ഞാൻ ഒന്നി കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേറെ വഴിയില്ല. നിന്നെ കല്യാണം കഴിക്കാണ്ടോ? പുണർന്ന നക്ഷത്രം 6 അടി ഉയരം മംഗലത്ത് വീട് ചുനക്കര താലൂക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ജനക്കൂട്ടം സൈനിങ് ഓഫ്.